ചുമ്മാ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ചെയ്തോളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനയം ഇഷ്ടമാണ്. അപ്പം സിനിമ എന്നൊരു മോഹം ഉണ്ടായിരുന്നില്ല. അപ്പം ചുമ്മാ ടൈം പാസിന് വേണ്ടി വീട്ടിലിരിക്കുമ്പോൾ വീഡിയോസ് ചെയ്തിട്ടതാണ്. അത് നല്ല കമൻസ് ഒക്കെ വരണതാണ്. പിന്നെ നല്ലതായിട്ട് നല്ല നല്ല റീൽസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ്. മൂവി റീക്രിയേഷൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടായിരുന്നു. കുറേ സീൻസ് എടുക്കുക, അത് അതേപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. ഞാൻ ആക്ച്വലി ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ ഡബ് സ്മാഷ് മ്യൂസിക്കലി എന്ന് പറഞ്ഞ ആപ്പൊക്കെ ഉള്ള സമയത്താണ് ഞാൻ വീഡിയോസ് ചെയ്തിരുന്നത്. ആ സമയത്ത് ആര്യ ചേച്ചിയുടെ ബഡായ് ബംഗ്ലാവിൽ ആര്യ ചേച്ചിയുടെ വീഡിയോ ചെയ്ത് അങ്ങനെ ബഡായ് ബംഗ്ലാവിലായിട്ട് എത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അതായിരുന്നു എൻ്റെ തുടക്കം. പിന്നീട് ടിക്ടോക്ക് വന്നു, പിന്നെ ടിക്ടോക്ക് ബാൻ ചെയ്തു, പിന്നെയാണ് ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ വരവ്. അങ്ങനെ ആണ് സിനിമയിലോട്ട് എത്തിയത്. ചെയ്തിട്ടുണ്ട്. പ്രേമലു ഒക്കെ ഇറങ്ങിയതിന് ശേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിയിലോട്ട് മാറി. പിന്നെ പി ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് നാട്ടിലാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും അവിടെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ അതും അതായത് യാത്രയുടെ ഇഷ്യൂ വന്നതുകൊണ്ട് ഞാൻ നാട്ടിൽ പി നാട്ടിലും ഞാൻ കൊച്ചിയിലും അങ്ങനെ ആയതുകൊണ്ട് പി ലീവ് കിട്ടുന്ന കുറച്ച് ദിവസം എടുത്തിട്ടൊക്കെയാണ് വന്ന് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ റീൽ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ കിട്ടുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഞങ്ങൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യും. പാട്ടൊക്കെ വെച്ചിട്ടെങ്കിലും ചെയ്യാറുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം എൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ കഥ കേൾക്കുന്ന സമയത്ത് ആ ക്യാരക്ടർ ചെയ്യാൻ വേറൊരാളായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്, വികാസ് എന്ന് പറയുന്ന ക്യാരക്ടർ. പിന്നീട് അങ്ങോട്ട് പോകുന്തോറും ചുമ്മാ ഒരു ദിവസം ഗിരീഷ് ചേട്ടനാണെന്ന് തോന്നുന്നു എന്നോട് ചോദിച്ചത്, അത് രാഹുൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചതാണ്. അപ്പം പുള്ളിക്ക് അങ്ങനെ അസോസിയേറ്റ് ഷിബിൻ ചേട്ടൻ. അപ്പോൾ പുള്ളിക്ക് അഭിനയം ഇഷ്ടമാണ്. അപ്പം എന്തായാലും എൻ്റെ കൂടെ ഷൂട്ടിന് 1 മാസം ഹൈദരാബാദും ഉണ്ട്. അപ്പം പിന്നെ വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല. ലീവ് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം അത്യാവശ്യം കുറേ ദിവസം വരുന്ന ഒരു ഷൂട്ട്, 1 മാസമൊക്കെ ഹൈദരാബാദിൽ ഹൈദരാബാദ് കാണാം, ആ ഒരു പ്ലാൻ ആയിരുന്നു. ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്. അതായത് തെലുങ്കാനയിൽ അതുപോലെ നോർത്ത് ഹിന്ദിയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ്. നമുക്ക് ലാംഗ്വേജ് ഒന്നും മനസ്സിലാവില്ല, എന്നാലും അതിലുള്ള കുറേ ഇമോജീസ് ഒക്കെ കാണുമ്പോൾ തോന്നും നല്ല മെസ്സേജ് ആയിരിക്കും തോന്നും. എല്ലാവർക്കും താങ്ക് യു എന്ന് പറയും. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ വരണം കാണുമ്പോൾ. പിന്നെ വെച്ചാൽ റീസെൻ്റായിട്ട് സംഭവിച്ചു, ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് സംസാരിക്കുക. അപ്പോൾ ആ ചേട്ടൻ പറയാം, ഇത് എൻ്റെ ഫ്രണ്ടാണ്, റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, പുള്ളി തെലുങ്കാനയിലുള്ള ആന്ധ്രയിലുള്ള ഒരാളാണ്, പുള്ളിക്കാണ് അഖിലേനെ ആദ്യം മനസ്സിലായത്, എനിക്ക് മനസ്സിലായില്ല. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പുറത്തുള്ള ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു, പ്രേമലുവിൻ്റെ പേരിൽ എന്നെ തിരിച്ചറിയുന്നു, ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഒരുപാട് സന്തോഷമാണ്. നമ്മളനുസരിച്ചല്ലായിരുന്നു ചെയ്തത്. നമ്മൾ ഓരോ സിനിമയുടെ മൂവീസ് സീൻസ് റീക്രിയേറ്റ് ചെയ്യാന്നുള്ള മറ്റൊരു ഓപ്ഷൻ മാത്രമേ. ഓൺ കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ അതാണ്, ഓൺ കണ്ടന്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് രണ്ടുപേർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ള സംഭവങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ലിപ്സിങ്ക് ചെയ്ത് ചെയ്യാം, അങ്ങനെ ചെയ്തിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അത് നമ്മുടെ ട്രെൻഡ് നമ്മളെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല ശരിക്കും. അതും റീൽസ് കണ്ടിട്ടാണ് എന്നെ സംവിധായകൻ കിരൺ ജോസിയും അതുപോലെ സിനിമാറ്റോഗ്രാഫർ ആദർശാനന്ദ് തന്നെ വിളിക്കുന്നത്. ഞങ്ങളുടെ ആദ്യം വേറെ കുറേ പേരായിരുന്നു വേറെ ആരുമാണ് ചെയ്യാനിരുന്നത്. പിന്നീട് റീൽസ് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് സീൻ തന്നു, ഞങ്ങൾ മീറ്റ് ചെയ്തു, ഞങ്ങൾ സീൻസ് ചെയ്തു നോക്കി. പിന്നെ എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. കാരണം എൻ്റെ നാട്ടിലാണ് ഷൂട്ട്, എൻ്റെ സ്ലാങ് ആണ്, കണ്ണൂർ സ്ലാങ് ആണ്, ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ നീതു എന്ന് പറയുന്ന ക്യാരക്ടറും ഞാനും എനിക്ക് കുറേ സിമിലാരിറ്റീസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ എനിക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കേട്ടത്. ഒഡീഷൻ ചെയ്ത സമയത്ത് അവർക്ക് ഒരു നോർമൽ സ്ലാങ് അല്ലെങ്കിൽ ഒരു കോട്ടയം സ്ലാങ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ എനിക്ക് ഒന്നാമത് ഒഡീഷൻ്റെ ടെൻഷൻ, പിന്നെ ഡയലോഗ് ആ സമയത്താണ് കാണുന്നത്, അത് പഠിച്ച് അങ്ങനെ ചെയ്യണം. ആ ഒരു ടെൻഷനിലൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ നന്നായിട്ട് കണ്ണൂർ സ്ലാങ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടർ MC പറഞ്ഞത് സ്ലാങ് മാറ്റണം. പിന്നെ എനിക്കിത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അവസാനം പോണ സമയത്ത് ഞാൻ MC-യുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ സ്ലാങ് പ്രശ്നമില്ലെങ്കിൽ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യുന്ന സ്ലാങ് ഞാൻ ഡബിൽ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. ധൈര്യത്തിന്റെ പുറത്താണോ പറയില്ല സെലക്ട് ചെയ്ത്. പക്ഷെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. സ്ലാങ് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു കണ്ണൂർ സ്ലാങ് വരും. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആ ഒരു സ്ലാങ്ങിലേക്ക് മാറും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പൊന്നം KN പ്രശാന്ത് പുള്ളി എൻ്റെ നാട്ടുകാരനും കൂടിയാണ്, അതുകൊണ്ട് പറയണല്ല. പക്ഷെ പൊന്നം എന്ന് പറയുന്ന നോവൽ അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൊന്നം ഇപ്പോൾ സിനിമയാക്കാൻ പോകുന്നുണ്ട്.
ലാൽജു സാർ, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ പൊന്നം ഇഷ്ടമാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ കുറേ പുസ്തകം വായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് പൊന്നം തന്നെ. ആദ്യമായിട്ടാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഞങ്ങൾ സ്റ്റേജിൽ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിജീവി ആ ഒരു ബാഗും കുടയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ വന്ന സെഷൻ നല്ലതായിരുന്നു. എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ത് സംസാരിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ വേദിയിൽ നിന്ന് സംസാരിക്കുന്നത്. അത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. MBFL ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ വലിയ ആൾക്കാർ വന്ന് സംസാരിച്ച ഈ ഒരു വേദിയിൽ എൻ്റെ ചെറിയൊരു യാത്രയെപ്പറ്റി സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം.